ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുന്ന ഒരു കിഡിൻ ആപ്ലിക്കേഷനാണ്. നമുക്ക് ക്വിസ് ചെയ്ത് അല്ലെ മാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എമൗണ്ട് ഏൺ ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ആപ്ലിക്കേഷൻ. അപ്പം ഇതൊരു ജെനുവിൻ ആപ്ലിക്കേഷനാണ്. നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ കാണുക. അപ്പം എങ്ങനെ നമുക്ക് ഇതിനകത്തുള്ള എമൗണ്ട് വിഡ്രോ ചെയ്യാം, എങ്ങനെ നമുക്ക് എമൗണ്ട് ഏൺ ചെയ്യാം എന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിരുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം ഈ ആപ്ലിക്കേഷൻ്റെ പേരെന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ക്വിസസ് എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ പ്ലേ സ്റ്റോറിലൊക്കെ നല്ല പോലെ ഡൗൺലോഡ്സും ലൈക്സൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ്. അപ്പം ഞാൻ ഓൾറെഡി തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഗിൻ ചെയ്താൽ നമ്മൾ മെയിൽ അഡ്രസ് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി തന്നെ നമുക്കൊരു 60 കോയിൻസ് നമുക്ക് ഓൾറെഡി തന്നെ കിട്ടും. പിന്നെ നമുക്ക് മിനിമലായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്, നിങ്ങൾക്ക് ഓൾറെഡി തന്നെ കാണാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പം നമുക്ക് ഓൾറെഡി തന്നെ ഞാൻ ഒരു ഹലോ ടെക് ട്യൂട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പേര് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എമൗണ്ട് എത്ര ഏൺ ചെയ്തിട്ടുണ്ടെന്നുള്ള മണി, പിന്നെ ക്വിസ് ഓൺ എന്ന് പറഞ്ഞാൽ മാക്സ് ക്വിസ്, ഓൺലൈൻ പ്ലെയർ ആയിട്ട് ഡെയിലി ക്വിസ്, ഗ്രൂപ്പ് പ്ലെയർ, പിന്നെ ലീഡർ ബോർഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കളിച്ച് എമൗണ്ട് കിട്ടിയവരെല്ലാം ലീഡർ ബോർഡ് ഫസ്റ്റ് സെക്കൻഡ് തേർഡായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സെറ്റിങ്സ് ആണുള്ളത്. അപ്പം നമുക്ക് സെറ്റിങ്സിനകത്ത് കയറി കഴിഞ്ഞാൽ അവൻ്റെ കോൺടാക്ട്സ് നമുക്ക് കിട്ടും, ലാംഗ്വേജസ്, ടേംസ് ആൻഡ് കണ്ടീഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. എങ്ങനെ നമുക്ക് ഇതിനകത്തോടെ ഏൺ ചെയ്യാന്നുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാക്സും അല്ലെങ്കിൽ ക്വിസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റുഡൻസിനൊക്കെ ഓൾറെഡി തന്നെ ഇതൊരു നല്ലൊരു ആപ്ലിക്കേഷനാണ്. അവർക്ക് അവരുടെ ജനറൽ നോളജ് വളരുകയും ചെയ്യും, അവർക്ക് പഠിക്കാനും പറ്റും, അവർക്കൊരു ചെറിയ എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈൻ പ്ലെയർ ആയിട്ട് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. പിന്നെ ഡെയിലി ആയിട്ടുള്ള ക്വിസസ് ഉണ്ട്, പിന്നെ ഗ്രൂപ്പ് പ്ലെയേഴ്സായിട്ട് നമുക്ക് കളിക്കാം. അപ്പോൾ ശരിക്കും നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ ക്വിസ് ഓൺ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ 2 ലെവൽ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് 72 കോയിൻസ് കിട്ടിയത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ 3rd ലെവൽ എന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രൂ ഫോൾസ് നമുക്ക് അറിയാവുന്ന ഓരോ ആൻസറും അതിൻ്റെ തരാം. മുകളിലൊരു ടൈമർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആൻസർ കിട്ടണം. അപ്പോൾ ഫ്രണ്ട്സ് നോക്കി, നമുക്ക് 5 ക്വസ്റ്റിനകത്ത് 3 ഞാൻ പാസ്സായിട്ടുണ്ട്. അപ്പം എനിക്ക് ഓൾറെഡി തന്നെ ഒരു 4 പോയിൻറ്റ്സ് എനിക്ക് കിട്ടുന്നുണ്ടാവും, അല്ലെ 4 കോയിൻസ് എനിക്ക് കിട്ടുന്നുണ്ടാവും. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോമിലേക്ക് പോയി, 73 ആയിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി തന്നെ 78 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിലും പിന്നെ മാക്സ് ചെയ്തുകൊണ്ട് നമുക്ക് നോക്കാം. ഫെയിൽ ടു ലോങ് കാറ്റഗറീസ്, അപ്പം എന്തോ വേറൊരായിട്ട് കാണിച്ചത് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമുക്കത് കിട്ടും. പിന്നെ ഓൺലൈൻ പ്ലെയേഴ്സായിട്ട് നമുക്ക് ചെയ്യാം. ഓൺലൈൻ പ്ലെയേഴ്സിനകത്ത് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഏകദേശം എൻട്രി ഫീസ് ഒരു 10 കോയിൻസ് വേണം. ഇപ്പോൾ എനിക്ക് കറണ്ട് കോയിൻസ് ഓൾറെഡി 78 ഉണ്ട്. ലെറ്റ്സ് പ്ലേ. അപ്പം നമുക്ക് ജസ്റ്റ് സെർച്ച് ചെയ്ത് നമ്മളുമായിട്ടുള്ള ഒപ്പോണൻറ്റിനെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വാലറ്റ് വരുന്നത്. എനിക്ക് 68 കോയിൻസ് എൻ്റെ വാലറ്റിലുണ്ട്. പിന്നെ റെഡിമൂവബിൾ എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് 0.68 പൈസ. മിനിമം റെഡിമൂവബിൾ എമൗണ്ട് എന്ന് വെച്ചിട്ട് 30 രൂപ, അതായത് 3000 കോയിൻസ് നമുക്കുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു റെഡിമൂവബിൾ എമൗണ്ട് എടുക്കാം. പിന്നെ പേ ഔട്ട് വിൽ ബി 3 to 5 days ആണ് വരുന്നത്. റെഡീം നൗ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പേടിഎമ്മിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് എമൗണ്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ UPIയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കാരണം എന്ന് വെച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് നമുക്ക് കോയിൻസ് ചെയ്യാം. കാരണം നമുക്ക് സ്റ്റുഡൻസിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ കിട്ടാമെന്നുള്ള കേസുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നു ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൊണ്ടൊന്ന് പ്രസ് ചെയ്യുക. കാരണം ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കാനാണ്. അപ്പം അടുത്ത വീഡിയോ കൊണ്ട് കാണുന്നതിന് വരെ ഓക്കെ, ബൈ.